ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് SIT UDF കൺവീനർ അടൂർ പ്രകാശ് MP ചോദ്യം ചെയ്യുകയാണ്. ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് അടൂർ പ്രകാശ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനമാണ്. ഇവിടെ വെച്ചാണ് അടൂർ പ്രകാശിനെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തിന്റെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഞങ്ങളുടെ പ്രതിനിധി ജിബിൻ JB ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട് എത്ര നേരമായി? പുരോഗമിക്കുകയല്ലേ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴുതക്കാടുള്ള പോലീസ് ആസ്ഥാനത്തിനകത്തുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അകത്താണ് UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഒരു UDF നേതാവിനെ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിനെ മൊഴിയെടുക്കാൻ വിളിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കാരണം നമ്മൾ കണ്ടതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ LDFനെതിരെയുള്ള ഒരു പ്രചരണ ആയുധമാക്കി മാറ്റിയിരുന്നത് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. പ്രത്യേകിച്ച് ഒരു മുൻ MLA, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അങ്ങനെ CPM അംഗങ്ങൾ തുടങ്ങി പലരും ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ജയിലിന്റെ അകത്തുമായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ. അതുകൊണ്ട് തന്നെ UDF ഇത് വലിയൊരു തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി അന്ന് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് UDF കൺവീനർ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ സോണിയാഗാന്ധിയോടൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നു. സോണിയാഗാന്ധിക്കൊപ്പം അടൂർ പ്രകാശ് മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിലവിൽ ഈ സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിൽ എത്തിച്ച് ഉരുക്കിയ ശേഷം ആ സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ പോലും, മുഖ്യപ്രതിയായിട്ടുള്ള ഗോവർദ്ധൻ പോലും ആ ഒരു ചിത്രത്തിന്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി UDF കൺവീനറും MPയുമായിട്ടുള്ള അടൂർ പ്രകാശിനെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അടൂർ പ്രകാശിൽ നിന്ന് അറിയേണ്ട ചില നിർണായക കാര്യങ്ങളുണ്ട്. കാരണം ഈ ഒരു ചിത്രത്തിൽ ഉൾപ്പെടുക മാത്രമല്ല അടൂർ പ്രകാശ് ചെയ്തത്. അടൂർ പ്രകാശ് പലതവണ കിളിമാനൂർ പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയതായി തെളിഞ്ഞിട്ടുണ്ട്. സമീപവാസി എന്ന് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ള ബന്ധം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി തന്നെയാണ്, ചോദിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയിരിക്കുന്നത്. മൊഴിയെടുക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രഹസ്യമായിട്ടായിരുന്നു അടൂർ പ്രകാശിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. നേരത്തെ നമ്മൾ തന്ത്രിയുടെയൊക്കെ കാര്യത്തിൽ കണ്ടതാണ്. കാരണം തന്ത്രിയെ SIT കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള ഒരു വിവരം മാത്രമാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. പക്ഷേ എവിടെ വെച്ചാണ് ചോദ്യം ചെയ്തൽ പുരോഗമിച്ചൊന്നോ എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. അതേ സമാന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യലിന് വേണ്ടി ഈ ആസ്ഥാനത്തേക്ക് പോലീസ് ആസ്ഥാനത്തിനകത്തുള്ള ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതിൽ ചില നിർണായക കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്ന് തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം വിശ്വസിക്കുന്നത്. അത് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുന്ന സമയത്ത് പോലും പ്രോസിക്യൂഷൻ ആയുധമാക്കിയത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി. ഇതിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിഞ്ഞു. വലിയ രീതിയിലുള്ള ഭൂയിടപാടുകൾ ഉണ്ണികൃഷ്ണൻ ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.